ഹായ് ഹലോ, ഞാനും അച്ഛനും കൂടി ചാത്തന്നൂർ വരെ പോവാം. അപ്പം നമ്മൾ ഇത് അങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളോ കാരണമോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏതൊരു യാത്രയും ഞാൻ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തതും പോസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചതും. പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ യാത്രകളാണ്. യാത്രകൾ ഞാൻ പോവുകയും ചെയ്യും. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത്ര യാത്രകൾ ഞാൻ പോകാറുണ്ട്. അതിനിപ്പോൾ ദൂരയാത്ര പോകണമെന്നോ അല്ലെങ്കിൽ മലയിൽ കയറണമെന്നോ കുന്ന് കയറണം അങ്ങനെയൊന്നുമില്ല. ഏത് യാത്രയും ഞാൻ ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ യാത്ര എനിക്കത്ര ഇഷ്ടമല്ല, എന്നാലും ആഗ്രഹം കൊണ്ടങ്ങ് പോകുന്നതാണ്. ഇപ്പം ബൈപ്പാസിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പൊടിയും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും യാത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം നമുക്ക് മാക്സിമം ഞാൻ 2 വീലറിലെ യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയത്. എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ള് 2 സൈഡ് ഓപ്പണായിട്ട് കാണാൻ പറ്റും, കാഴ്ചകൾ കാണാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. വായു, അങ്ങനെയുള്ള വെയിൽ, ചൂട്, വെയിൽ, ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ആസ്വദിച്ച് അറിയാൻ പറ്റും യാത്രയിലൂടെ. ആ സമയം നമ്മളൊരു ബസ്സിലോ അല്ലെങ്കിൽ ഒരു കാറിലോ ഒക്കെ പോയാൽ നമുക്ക് യാത്ര അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ കാറാകുമ്പം ഗ്ലാസ്സൊക്കെ ഇട്ട് അടച്ച് മൂടിയിരുന്ന് ചുമ്മാ ഇങ്ങനെ പോവുക. പക്ഷേ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ താണ്ടേ ഞാനും അച്ഛനും കൂടി പോവുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ മൈലക്കാട് റോഡ് ആയി. അപ്പം യാത്രയൊക്കെ ആസ്വദിച്ചു. ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് ചെന്നു. വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പോയതാണ്. അവിടുന്ന് പിന്നെ കുറേ ഒരു 2 കിലോമീറ്ററോളം നടന്ന് പരവൂര് വന്ന് ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡ്, ബിരിയാണിയൊക്കെയാണ് ഞാൻ മിക്കപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ ബിരിയാണി ഞങ്ങൾ പൂർണ്ണമായി വേണ്ടെന്ന് വെച്ചിട്ട് നാടൻ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു. അപ്പം എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റ് പ്രത്യേക തരം ടേസ്റ്റാണ് ആ ഫുഡിന്. അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറേ നാളായി, വർഷങ്ങളായി ഓട്ടോയിൽ പോയിട്ട്. അപ്പോൾ വിചാരിച്ചെന്നാൽ ഇനി തിരിച്ച് വണ്ടി എടുക്കാനായിട്ട് പോകുമ്പം ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഓട്ടോ പിടിച്ച് ഓട്ടോ പോയി. ഈ ഓട്ടോ യാത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ ലോകത്തുള്ള എല്ലാം ആസ്വദിക്കണം.